എന്താണ്, ഒരാൾക്കൊരു വോട്ട്, ഓരോ വോട്ടിനും ഒരേ മൂല്യം. ഇപ്പോൾ ഷാ ചെയ്യുന്ന ഒരു വോട്ടും ഞാൻ ചെയ്യുന്ന ഒരു വോട്ട് ഇച്ചിരി പെരുത്ത വോട്ടാവത്തില്ല, ഒരു വോട്ടാണ്. നിങ്ങൾ ഇത്രയും പേര് ഇവിടെ 50 പേര് വോട്ട് ചെയ്യുന്നു, അവിടെ 100 പേര് ഇടുന്ന വോട്ടിന് ഇവിടുത്തെ 50 പേര് വോട്ടിന് തുല്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുല്യത തോന്നുന്നില്ല. ജനാധിപത്യത്തിൽ ഒരാൾക്ക് ഒരു വോട്ട്, ഓരോ വോട്ടിനും തുല്യ മൂല്യം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ 1.7 മില്യൺ, അതായത് 17 ലക്ഷം പേരാണ് ഒരു MPയെ ശരാശരി തിരഞ്ഞെടുക്കുന്നത്. UPയിൽ 30.3 30 ലക്ഷം പേര് ചേർന്നാണ് UPയിൽ ഒരു MPയെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ശരാശരി കേരളത്തിൽ 17 ലക്ഷം പേര് ചേർന്ന്. അപ്പോൾ ആരുടെ വോട്ടിനാ വില? മലയാളിയുടെ വോട്ടിന് ഇരട്ടി വിലയായില്ലേ? 17 ലക്ഷം പേരെ വെച്ചുകൊണ്ടാണ് ഒരാൾ പോയിരിക്കുന്നത്, മറ്റേ ആൾ 30 ലക്ഷം പേര്. ഇത് അനീതിയല്ലേ? ഇത് ജനാധിപത്യമായിട്ട് ചേർന്ന് പോകുന്ന കാര്യമാണോ? അങ്ങനെ പറയുമ്പോൾ നമ്മളെന്താ പറയുന്നത്? ഇവിടുത്തെ ഓരോരോ കക്ഷികൾ എന്താ പറയുന്നത്? അത് ശരിയല്ല, ഞങ്ങൾ ജനസംഖ്യ നിയന്ത്രിച്ചുകൊണ്ടാണ്, നിങ്ങൾ നിയന്ത്രിക്കാത്തത് കൊണ്ടാണ്. ഒരു വാദത്തിന് വേണ്ടി സമ്മതിക്കാം, പക്ഷെ അതും അത്ര വലിയൊരു കണക്ക് നോക്കിയാൽ അങ്ങനെയല്ല അതിൻ്റെ കേസ് എന്ന് മനസ്സിലാവും. ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ ഒരു കണക്കെടുത്തപ്പോൾ രാജസ്ഥാനിൽ കഴിഞ്ഞ 64 വർഷം കൊണ്ട് അവരുടെ ജനസംഖ്യ 4.4 ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. UPയിൽ 3.27 ഇരട്ടിയായി. ബീഹാറിൽ ഒരുപാട് കൂടിയെന്ന് പറയുന്നത് 2.82 ഇരട്ടിയായിട്ടാണ് വർദ്ധിച്ച കഴിഞ്ഞ 64 വർഷം കൊണ്ട്. മഹാരാഷ്ട്ര 3.26, മധ്യപ്രദേശ് 2.74, കർണാടക 2.91, തമിഴ്നാട് 2.30, കേരളം 2.14, രണ്ടിരട്ടിയും കുറച്ചുകൂടെ. നമ്മൾ ബീഹാറുമായിട്ടുള്ള വ്യത്യാസമൊക്കെ 2.82. വെസ്റ്റ് ബംഗാൾ 2.9. ഞാനൊരു കണക്ക് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളെ കണക്കെടുത്താണ്. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാവുന്നത്, ഏറ്റവും കൂടുതലുള്ളത് രാജസ്ഥാനാണ് 4.14. അത് കഴിഞ്ഞാൽ UP 3.27, കേരളം 2.14. ഇവിടെ എല്ലാം കേരളത്തെക്കാൾ കൂടുതൽ ഇവിടെ എല്ലാം ആയിട്ടുണ്ട്. പക്ഷേ എന്താ പ്രധാന പ്രശ്നം എന്നറിയോ? കേരളത്തിൻ്റെ ഒരു 50,000 വർദ്ധിച്ച് 1.5 ലക്ഷം ആവുന്നതും 10 ലക്ഷം വർദ്ധിച്ച് 30 ലക്ഷം ആവുന്നതും തമ്മിൽ വ്യത്യാസമില്ല. തുടക്കം എവിടെയാണ്? അവിടെ എത്ര ജനസംഖ്യയുണ്ട്, എത്ര വലിയ സംസ്ഥാനമാണ്, അപ്പോൾ അതിൻ്റെ 2 ഇരട്ടി 3 ഇരട്ടിയാണ് ആവുന്നത്. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ നമ്മളെക്കാൾ കുറഞ്ഞ ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനത്തിന് 5 ഇരട്ടി ആയാൽ പോലും ചിലപ്പോൾ നമുക്കത് ഫീൽ ചെയ്യില്ല. ഇതിൻ്റെ അടിസ്ഥാനം ഇതൊന്നുമല്ല, ഈ വളർച്ചാ നിരക്കല്ല. അതിൻ്റെ ഞാൻ ഒരു കണക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് കേരളത്തിൽ 20 സീറ്റുണ്ട്, 1.7 മില്യൺ ആണ് ഒരു സീറ്റിന്. അപ്പം 1.7 മില്യൺ വെച്ച് ഒരു സീറ്റ് ഉണ്ടാവുമെങ്കിൽ UPയിൽ 142 സീറ്റ് ഉണ്ടാവും, ബീഹാറിൽ 77 സീറ്റ് ഉണ്ടാവും, രാജസ്ഥാനിൽ 49 സീറ്റ് ഉണ്ടാവും. കേരളത്തിൻ്റെ കണക്ക് വെച്ച് നോക്കുകയാണ്, കേരളത്തിൻ്റെ കണക്ക് വെച്ച് അവിടെ നോക്കുകയാണ്. ഇനി തിരിച്ച് UPയിൽ ഇപ്പോൾ 3.1 മില്യൺ